പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ സുപ്രീം കോടതി സമൻസ് കൈപ്പറ്റാതെ പ്രതികൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് ഇ.ഡി. നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി സമൻസ് അയച്ചത്. പ്രതികൾ സമൻസ് സ്വീകരിക്കാത്തതിനാൽ അടിയന്തര നടപടി വേണമെന്നാണ് ഇ.ഡിയുടെ ആവശ്യം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ.കെ. വിശദാംശങ്ങൾ. ശക്തമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ള ആവശ്യത്തിലേക്കാണ് ഇപ്പോൾ ഇ.ഡി. എത്തിയിരിക്കുന്നത്. ഇ.ഡി. പറയുന്നത് ബോധപൂർവമായിട്ടാണ് ഈ സമൻസ് ഈ പ്രതികൾ കൈപ്പറ്റാത്തത്. അത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് സമൻസ് മടങ്ങി വന്നിരിക്കുന്നത് എന്നതാണ്. രജിസ്ട്രാർ കോടതിയാണ് ഇപ്പോൾ ഇക്കാര്യം ഇ.ഡി. അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഇ.ഡി. ആവശ്യപ്പെടും. രജിസ്ട്രാർ കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള തോമസ് ഡാനിയലിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചത്. ഒന്നും രണ്ടും പ്രതികൾ സമൻസ് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് രേഖാമൂലം ഇ.ഡി. സുപ്രീം കോടതി രജിസ്ട്രാറെ അറിയിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് അടിയന്തര നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഇ.ഡി. ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.